അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്ന്, ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാള്, പിന്നെ അവരുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അഡ്വക്കേറ്റ്. ലീഗൽ അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ കോടതിയിൽ പിന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ KER അധ്യായം 5 പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിൽ പറയുന്ന റൂൾ 11 പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്. റൂൾ 3 പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ അതിൽ നമ്മുടെ KER വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഇതുവരെയും നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ KER അധ്യായം 5 പറയുന്നുണ്ട്